ഇന്നലെ നടന്ന KPSTയുടെ USX എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണിത്. 5 സംഖ്യകളുടെ ശരാശരി 20ആണ്. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 5 സംഖ്യകളുടെ ശരാശരി 20 തന്നിട്ടുണ്ട്. അപ്പോൾ 5 സംഖ്യകളുടെ ആകത്തുക കാണാം. 5 ഗുണിക്കണം 20 = 100. അതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം 4 ആവും. അതിൻ്റെ ശരാശരി 23 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 × 23 92. ഒഴിവാക്കിയ സംഖ്യയാണ് ഈ 100 ന്ന് 92 മൈനസ് ചെയ്യുക 8. അതാണ് ഉത്തരം. അടുത്തത് 1 മുതൽ 30 വരെയുള്ള എണ്ണൽസംഖ്യകളുടെ തുക 465 ആണ്. 11 മുതൽ 40 വരെയുള്ള എണ്ണൽസംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞത്. 1 മുതൽ തുടർച്ചയായ എണ്ണൽസംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം n × n+1/2 ആണ്. അപ്പോൾ 1 മുതൽ 40 വരെയുള്ള എണ്ണൽസംഖ്യകളുടെ തുക കാണാം, 820 കിട്ടും. അതിനുശേഷം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണാം, 55 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 11 മുതൽ 40 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ ഈ 820 നിന്ന് 55 കുറച്ചാൽ 765. മൂന്നാമത്തെ ചോദ്യം, AB എന്നീ പൈപ്പുകൾ തുറന്നാൽ യഥാക്രമം 30 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും? അതായത് A × B/A+B, അതാണ് ഇക്വേഷൻ ഇതിൻ്റെ. അപ്പോൾ 30 × 20/30 + 20, അപ്പോൾ 12 മിനിറ്റ്. A+B - C തുല്യമായത് ഏതെന്നാണ് ചോദ്യം. അത് D ആണ് ഉത്തരം. A - C - B. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക A - C, ഈ ബീൻ്റെ മുന്നിലുള്ള മൈനസും ഈ മൈനസും കൂടി ഗുണിക്കുമ്പോൾ പ്ലസ് ആവും. അങ്ങനെ A - C + B, അതായത് A+B - C ആണത്. ഇനി ഇത് അഞ്ചാമത്തെ 1111/3333 + 222/666 + 33/99 + x = 4/3 ആയാൽ എക്സിൻ്റെ വില എത്ര? 1/3 ആണ് ഉത്തരം. 58.351 എന്നത് 58,351 എന്ന സംഖ്യയുടെ എത്ര ഭാഗമാണെന്നാണ് ചോദ്യം. പോയിന്റിന് ശേഷം 3 സ്ഥാനം വരിക എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 3 0 ഉണ്ടാവുക എന്നർത്ഥം. അപ്പോൾ B ആണ് ഉത്തരം, 1/1000. ഒരു ദീർഘചതുരത്തിൻ്റെ നീളം 21 സെൻറ്റിമീറ്ററും വികർണം 29 ആയാൽ വിസ്തീർണം എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു ദീർഘചതുരം വരച്ച് വെക്കുക. അതിൻ്റെ നീളം തന്നിട്ടുണ്ട് 21 സെൻറ്റിമീറ്റർ, വികർണം പറയുന്നത് 29 സെൻറ്റിമീറ്റർ. അതായത് ഇതൊരു മട്ടത്രികോണമായിട്ട് എടുത്താൽ ഇതിൻ്റെ കർണം 29, പാദം 29. അപ്പോൾ വീതി കാണുകയെന്ന് പറഞ്ഞാൽ ലംബം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ? √29² - 21², അതായത് 840 - 20 കിട്ടും. വീതി 20 കിട്ടും. അപ്പോൾ വിസ്തീർണത്തിൻ്റെ സൂത്രവാക്യം നീളം × വീതിയാണ്. അപ്പോൾ 21 × 20 420. ഇനി 2/5 എത്ര കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും? അത് നേരെ വീൽക്രമം തിരിച്ചിടുക. 5/2 ആണ്. അപ്പോൾ ഇത് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുക. ഇതെല്ലാം വിഷമ ഭിന്നമാണ്. ഇത് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റിയാൽ 5/2 എന്ന് പറയുന്നത് C ആണ്. 2 1/2, അതാണ് ഉത്തരം. y + n - n എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. 5 1/2 ഗുണിക്കണം 23 - 4 1/2 ഗുണിക്കണം 23. ഇതെത്ര? ചോദ്യം കാണുമ്പോൾ പലരും ഇത് കൺഫ്യൂഷൻ അടിക്കും. വലിയ ക്വസ്റ്റ്യനായിട്ട് സിമ്പിളാണിത്. രണ്ടിലും കോമൺ ആയിട്ട് 23 ഉണ്ട്. അപ്പോൾ 23 പുറത്തെടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 1/2 കുറക്കണം 4 1/2 എന്ന് എഴുതാം. 23 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ക്രിയ ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുക. 5 × 2 10 1 11/2 - 4 2 8 1 9/2. അപ്പോൾ 23 × 11 ന്ന് 9 കുറച്ചാൽ 2, അതായത് 2/2. 2/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 23 ആണ് ആൻസർ.